ഹായ് ഓൾ, ഞാൻ നന്ദന ബിനോയ്, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് നെയിം സ്റ്റിൽ. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഷെയർ ചെയ്ത വീഡിയോയിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സും അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതും എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് ഇനോർഗാനിക് കെമിസ്ട്രിക്കും ഫിസിക്കൽ കെമിസ്ട്രിക്കും അതുപോലെ തന്നെ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രിക്കും ഫിസിക്കൽ കെമിസ്ട്രിക്കും എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്നും അതുപോലെ തന്നെ എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ബയോളജി പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. NCERT-ൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും പോയിന്റ്സും ഒക്കെ ആയിരിക്കും എക്സാമിന് ഇവർ ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പം NCERT ലൈൻ ബൈ ലൈൻ വായിക്കേണ്ട ഒരു ആവശ്യം ഇനോർഗാനിക് കെമിസ്ട്രിയിലുണ്ട്. ഇപ്പം ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള പല പല ട്രെൻഡ്സുകൾ ടേബിൾ യൂസ് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ കുറേ അധികം എക്സെപ്ഷൻസ് ഉണ്ടാവും, അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിക്കണം. പിന്നെ ഓരോരോ കോമ്പൗണ്ടിന്റെ കളറുകൾ, ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, റിയാക്ഷൻസ്, യൂസസ്, ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ. ചുരുക്കി പറഞ്ഞാൽ ബയോളജിയിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് പോകില്ലേ, അതുപോലെ തന്നെയാണ് ഇനോർഗാനിക് കെമിസ്ട്രിയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പറ്റുന്നത്രയും പീരിയോഡിക് ടേബിളിനെ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം ബൈഹാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഓർഡറിലും അലോങ് വിത്ത് അറ്റോമിക് നമ്പർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ബിക്കോസ് കുറേ അധികം ക്വസ്റ്റ്യൻസ് വെറുതെ ഇങ്ങനെ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്താണ്, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കും. കാര്യം ഹയർ അറ്റോമിക് നമ്പറിലേക്ക് വരുമ്പോഴത്തേനും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഉണ്ടാകുന്ന എക്സെപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പീരിയോഡിക് ടേബിൾ എത്രത്തോളം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ഈസി ആയിരിക്കും. എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ പീരിയോഡിക് ടേബിളിനെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ റൂമിൽ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് എപ്പോഴും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് അതൊന്ന് നോക്കുമ്പോൾ ചിലത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെയും കാണുമ്പോഴത്തേനും നമുക്ക് പയ്യെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഉള്ള ഒരു ചാപ്റ്ററാണ് DNF ബ്ലോക്ക്. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങളെ കാണിച്ചു തരാം. ഏത് നോട്ടിനാണേലും ആദ്യം വേണ്ടത് ഒരു ഇൻഡെക്സ് ആണ്. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. എക്സെപ്ഷൻസ്, അതുപോലെ തന്നെ പല പല ട്രെൻഡുകൾ, അതുപോലെ തന്നെ യൂസസ്, പല കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ നോട്ടിൽ കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ നോട്ട് നിങ്ങളെ കാണിക്കുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഫിസിക്സ് എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ ന്യൂമറിക്കൽസ് ആയിരിക്കും. ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിലെ ഫോർമുലാസ് പഠിക്കുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓർഗാനിക് ഇനോർഗാനിക് പോർഷൻസ് പോലെ വായിച്ച് പഠിക്കുന്നതിലൂടെ ഫിസിക്കൽ കെമിസ്ട്രി വലിയ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാത്രമേ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയിട്ടുള്ള നോട്ട്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ, അതുപോലെ തന്നെ കോമൺ ആയിട്ട് വലിയ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടുകൾ. എന്നിട്ട് ഇതിനെ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മറ്റേ ചാപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇതിൽ കൂടുതലും ഇക്വേഷൻസ് ആണുള്ളത്. ബിക്കോസ് ഇത് ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ ഞാൻ ഇക്വേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റന്റുകൾ എന്താണ് എന്നൊക്കെ ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയുടെ നോട്ട് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.